guys, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് Xiaomi 14ന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ്. നമ്മളിത് ഓൾമോസ്റ്റ് ഉപയോഗിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 30 ദിവസം ആവാറായിട്ടുണ്ട്, അതായത് ഒരു മാസം ആവാറായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് അഗൈൻ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. ദീപാവലി സെയിൽസ് ആയിട്ട് നമുക്ക് അഗൈൻ സെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും നമ്മുടെ 50,000 താഴെ വരുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഫോൺ ഏതാണ്, അങ്ങനത്തെ കുറേ സംശയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ അതിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ സാധനത്തിന്, Xiaomi 14നെ. ഇത് ആക്ച്വലി ആമസോണിൽ പ്രൈസ് വരുന്നത് 47,999 ആണ്. അപ്പോൾ നിങ്ങൾ ആമസോൺ ICC കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 2,000 രൂപയുടെ ക്യാഷ് ബാക്കും സംഭവമൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 45,000 രൂപയ്ക്ക് സാധനത്തിനെ കണക്കാക്കാം. ഇതിൻ്റെ സ്പെക്സും അതുപോലെ തന്നെ ഫീച്ചേഴ്സും സംഭവമൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ ആയിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു അപ്ഡേറ്റും മെയിനായിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒക്ടോബറിലത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് പ്ലസ് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 500 MB സൈസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയിക്കും Xiaomi 14ത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ ഫോഗ് ഇഷ്യൂ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഫിക്സ് ആയിട്ടുണ്ടെന്നാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു ഷോർട്സും സംഭവമൊക്കെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മളിതിൽ ഷോർട്സും സംഭവം കിട്ടുന്നുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് 16 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോഴും ഫോഗ് ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ഞാൻ എന്നാലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്ന് ഞാൻ ലൈവായിട്ട് തന്നെ നമുക്ക് ലൈവ് ഇത് എന്താ പറയുക ട്രൈ ചെയ്ത് കാണിക്കാട്ടോ. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഒരു ട്രാൻസ്പെറൻറ്റ് കേസിൽ ഉപയോഗിക്കുന്നുണ്ട്. ആമസോണിൽ വാങ്ങിച്ചാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ബോക്സിൽ തന്നെ നമുക്കൊരു ബ്ലാക്ക് കേസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി കേസ് തന്നെയാണ്. പക്ഷേ എനിക്ക് നോർമലി എല്ലാത്തിലും ഈ ട്രാൻസ്പെറൻറ്റ് കേസ് വാങ്ങിച്ച് ഉപയോഗിക്കലാണെന്ന് ഏറ്റവും ഇഷ്ടം. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ സാംസങ്ങിലായിക്കോട്ടെ അതുപോലെ എൻ്റെ പോലെ ഐഫോണിലായിക്കോട്ടെ എല്ലാത്തിലും ഞാൻ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് കേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ട്രാൻസ്പെറൻറ്റ് കേസാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഇത് ആമസോണിൽ നിന്ന്. കാപ്പ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് സംതിങ് ആണ്. അപ്പോൾ 350 രൂപ 400 ആ റേഞ്ചാണ് പ്രൈസ് വരുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. യെല്ലോ ആവുമെന്ന് അറിയില്ല, പക്ഷേ അത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഞാൻ ഇപ്പം തന്നെ വേണേ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ അത് യെല്ലോ ആവാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതിൽ 3 കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ അറിയായിരിക്കും. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വൈറ്റ് കളറായിരുന്നു. ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ആണ് അതിൽ മാറ്റ് ഫിനിഷ് ആയിട്ട് വരുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വൈറ്റ് എടുക്കായിരിക്കും നല്ലത്. പക്ഷേ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ്. വൈറ്റ് ആകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫ്രെയിം ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ്, അതുകൊണ്ട് തന്നെ ഒരു ഡുവൽ ടോൺ കളർ ഫിനിഷ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു പ്രീമിയംനെസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഡിസ്പ്ലേ ഒക്കെ കിടലുണ്ടോ ഞാൻ വഴി പറയാൻ എന്തായാലും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വിക്ക് ഞാൻ പറഞ്ഞല്ലോ, ക്വിക്ക് ഓവർവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻലി ആൾക്കാർക്ക് അറിയായിരിക്കും ഇത് ഇൻബിൽഡായിട്ട് തന്നെ അവർ തന്നെ കമ്പനി ഒരു സ്ക്രീൻ കാർഡ് ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. നമ്മുടെ അൾട്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അൾട്രയിൽ നമുക്ക് നോക്കുമ്പോൾ Xiaomi 14 അൾട്രയിൽ നമുക്ക് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അതാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. പിന്നെ മറ്റേതിൽ നമുക്ക് ക്യാമറയിൽ കുറച്ച് അപ്പർച്ചർ ചേഞ്ച് ആക്കാൻ പറ്റുന്ന ലെൻസും അതിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഡിഫറൻസുകൾ മെയിൻലി വരുന്നത്. പക്ഷേ അൾട്ര മോസ്റ്റ്ലി ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ അല്ല. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 45,000 ആമസോണിൽ നിങ്ങൾക്ക് ആമസോൺ ICC കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധനം കയ്യിൽ നിന്ന് കിട്ടും. ഇതിനാകെ ഒരു വേരിയന്റ് മാത്രമേ ഉള്ളൂ. 12 GB-യുടെയും 512 GB-യുടെ മെമ്മറിയും വരുന്ന ഒരു കിടിലൻ എന്താ പറയുക നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇനി ഭാവിയിൽ നമുക്ക് എന്തായാലും മിനിമം 12 GB എന്തായാലും വേണ്ടി വരും ആൻഡ്രോയിഡിൽ. അപ്പോൾ പിന്നെ 512 GB എന്ന് പറയുമ്പോൾ നല്ലൊരു മെയിൻ കാര്യം തന്നെ. അതും നല്ല ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള മെമ്മറി സംഭവങ്ങളൊക്കെയാണ് ഉണ്ടല്ലോ. അല്ലാണ്ട് ലോക്കൽ സാധനമൊന്നുമല്ല. നമുക്ക് Type-C വരുന്നത് 3.2 ആണ്. അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ മോണിറ്ററിലേക്ക് കൂത്താം. ഹൈ സ്പീഡ് സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ക്വിക്ക് ഓവർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾ വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി യെസ് എന്ന് പറയും. ഇതിലാകെ എനിക്കൊരു കോൺ എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ബ്രാൻഡാണ്. Xiaomi ചൈനീസ് ബ്രാൻഡ്, അത് പോട്ടെ. Xiaomi എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഇറങ്ങുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന് റീസെയിൽ വാല്യൂ കിട്ടാനുള്ള ചാൻസ് ഇല്ല. നോർമലി നമ്മുടെ ആപ്പിളിനായിട്ടും സാംസങ്ങിനായിട്ടൊക്കെ കുറവായിരിക്കും. പക്ഷേ ബെസ്റ്റ് വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഈ സാധനം പറയേണ്ട ഒരു കേട്ടോ. ഡിസ്പ്ലേ കിടില്ല, ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ല ബാക്കപ്പ് വരുന്നുണ്ട്, ക്യാമറ കിടില്ല, പിന്നെന്താ വേണ്ടത്. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ടോപ്പ് നോച്ച്, അതുപോലെ തന്നെ സൗണ്ട് നല്ല ക്വാളിറ്റി സൗണ്ട് വരുന്നുണ്ട്, ബിൽഡ് ക്വാളിറ്റി സൂപ്പർ, IP68 റേറ്റിംഗ്, എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് 90 വാട്ടിൻ്റെ ഇൻബിൽഡായിട്ട് നമുക്ക് അതിൻ്റെ ചാർജർ ബോക്സിൽ വരുന്നുണ്ട്. ബോക്സ് വലിയ ബോക്സാണ്. വലിയ ബോക്സൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കാണണം എന്ന് പറഞ്ഞാൽ ഭയങ്കര റയറാണല്ലോ. ഈ ആപ്പിൾ തുടങ്ങി വെച്ച കുറേ ഉടായ്പ പരിപാടികൾ ഇപ്പോൾ സാംസങ് ഏറ്റെടുത്തു, അതുപോലെ ഇപ്പോൾ പിക്സൽ ഏറ്റെടുത്തു. ബോക്സ് ഇനി കുറഞ്ഞ ഒരു ബോക്സ് കൊടുക്കില്ല എന്നുണ്ട്, അങ്ങനത്തെ സ്ഥിതിയിലേക്ക് പോകുന്നതുകൊണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഉണ്ട്, കിടിലൻ ഡിസ്പ്ലേ ആണ്. പിന്നെ അതിൽ ഹൈ പ്രോയസ് ആണ് വരുന്നത്. എനിക്ക് ആകെ ഒരു നെഗറ്റീവ് പറയാനുള്ളത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത സംഭവം എന്ന് പറയുന്നത് ഇവരുടെ OS തന്നെയാണ്. പണ്ടത്തെ MIUI നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. MIUIൻ്റെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് വേർഷൻ എന്ന് പറയാം. എന്നാലും പക്ഷെ ഇതിൽ പറയുമ്പോൾ ഇത് അവരുടെ ഒരു എന്താ പറയുക ഹൈ എൻഡ് ഫോണായിട്ട് പോലും ഇതിൽ കുറേ കൂതറ ആപ്പുകളും അതുപോലെ തന്നെ ബ്ലോട്ട്വെയർസ് എന്ന് പറയാൻ പറ്റില്ല.
കുറേ ആപ്പുകൾ ബ്ലോട്ട്വെയർസ് എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ ഡാറ്റ സ്റ്റീൽ ചെയ്യുന്ന ആപ്പുകളാണ് ശരിക്കും ബ്ലോട്ട്വെയർസ് എന്ന് പറയാം. പക്ഷേ ഇതിൽ കുറേ അൺവാണ്ടഡ് ആപ്പുകൾ, അതായത് പരസ്യത്തിന് വേണ്ടിയിട്ട് അൺവാണ്ടഡ് ആപ്പുകൾ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാം കളയാൻ പറ്റും. ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒരു 99% എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഒരു ഗെറ്റ് ആപ്പ് എന്നൊരു സാധനം ഉണ്ട്, അത് മാത്രം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ബാക്കി അത് ഞാൻ ആക്ച്വലി അതിലത്തെ ആ ആപ്പിലേക്ക് വരുന്ന നെറ്റൊക്കെ ഡിസേബിൾ ചെയ്ത് വെച്ചേക്കാം. അതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ഏത് നേരം ചലിച്ചുകൊണ്ടിരിക്കും. പിന്നെ ബ്രൗസർ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വേസ്റ്റ് പരിപാടിയാണ്. അതൊരു ഉടായ്പ പരിപാടിയാണ് ഇവിടെ കൂടെ കാണിച്ചത്. ബഡ്ജറ്റ് റേഞ്ചിൽ കാര്യങ്ങൾക്ക് കൊടുക്കാം, പിന്നെ കുഴപ്പമില്ല വയ്ക്കും. പക്ഷേ ഹൈ എൻഡ് ഫോണുകൾക്ക് ഈ സാധനത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ആക്ച്വലി നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ പിക്സലോ ആപ്പിളോ സാംസങ്ങിൻ്റെ ഹൈ എൻഡ് മോഡലൊക്കെ വെച്ചിട്ടാണ് ഈ സാധനം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു പ്രീമിയംനെസ് പോവും. എന്താ വെച്ചാൽ ഇങ്ങനെ പരസ്യവും നോട്ടിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് ഈ ഷയോമിയിലത്തെ നമ്മുടെ ഷയോമി 14ഉം IQ12ലും വരുന്ന ഒരു പ്രോബ്ലം. ബാക്കി ബ്രാൻഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ 50,000 താഴെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ക്യാമറ തന്നെ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് കാണിച്ചു തരാം. ഇതിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 500 സംതിങ് ഇതിലുണ്ടായിരുന്നു, സൈസ് വന്നിട്ടുണ്ടായിരുന്നു. എവിടെ പോയി ഇതാ ഇങ്ങനെയാണ് നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. 512 അല്ല 502 സംതിങ് ഒക്ടോബറിലെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ്. 500 GB 500 MB എന്നാണെങ്കിൽ പറയാം. 504 MB ഇതാണ് സൈസ് വരുന്നുണ്ടോ, അതിൻ്റെ സ്ക്രീൻഷോട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ആയി. നമ്മൾ അൺഇൻസ്റ്റാളിങ് അല്ല, നമ്മൾ അപ്ഡേറ്റും സംഭവങ്ങളൊക്കെ ചെയ്തു ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ ഇൻസ്റ്റാളും റീസ്റ്റാർട്ടൊക്കെ ആയിട്ടാണ്. നിങ്ങൾ ഗൂഗിൾ പിക്സൽ ഉപയോഗിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം സാധനത്തിൽ ഗൂഗിൾ പിക്സലിൽ ഒന്നാമത് ഫസ്റ്റ് പ്രോബ്ലം ഇത് അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും. ഇൻസ്റ്റാളേഷനും അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ക്വിക്കായിരുന്നു സാധനം. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ നമ്മുടെ ക്യാമറ അപ്ഡേറ്റ് ആയോ നോക്കി നോക്കാം. നമ്മുടെ ക്യാമറ ഫോഗ് ഇഷ്യൂ ഇപ്പോൾ നമുക്ക് ലൈവായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ വൺ ഓഫ് ദ കിഡിലൻ സാധനം. പ്രത്യേകിച്ച് ക്യാമറ നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ ബെസ്റ്റ് പരിപാടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബൊക്കെ എഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിഡിലായിട്ട് വരുന്നുണ്ട്. ഇതിൽ 3 50 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. കിഡിലൻ എന്ന് അറിയാം. പിന്നെ അതുപോലെ തന്നെ 3.2x നമുക്ക് ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. സൂമും നല്ല ക്വാളിറ്റി സൂം വരുന്നുണ്ട്. നമുക്ക് ആക്ച്വലി കമ്പയർ ചെയ്യുമ്പോൾ S23 കുറച്ചുകൂടി നല്ല സൂം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിത് ആക്ച്വലി S23 കമ്പയർ ചെയ്താൽ ഓൾറെഡി മേടിച്ചത് നിങ്ങൾ കണ്ടിട്ടായിരിക്കും. അപ്പോൾ ആ പ്രൈസിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ഈ സാധനം തന്നെയാണ്. വെച്ചാൽ ഇത്രയും സ്പെക്സ് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ Gen 3 ആണ് വരുന്നത്, മറ്റേ നമുക്ക് Gen 2 ആണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ആണ്. നമുക്ക് 4 years സെക്യൂരിറ്റി വാച്ച് അപ്ഡേറ്റ് ഒക്കെ കിട്ടുന്നു പറയുന്നത്. പക്ഷേ ഇതിലെല്ലാം 2 മാസം മാത്രമേ നമുക്ക് അപ്ഡേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ സാംസങ്ങിൻ്റെ പോലെ എല്ലാ മാസമൊന്നും അപ്ഡേറ്റ് വരുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ കാണുന്നുണ്ട്. അത് ആക്ച്വലി അവർ ഫിക്സ് ചെയ്യണം. എനിക്ക് എല്ലാ മാസം വരുന്നത് ഒരു ഹൈ എൻഡ് ഫോണാണല്ലോ. ഇനിയിപ്പോൾ റീസെൻ്റ്ലി Xiaomi 15 ആകാൻ പോവാണ്. ഫെബ്രുവരി അടുത്ത കൊല്ലം ഫെബ്രുവരിയിലൊക്കെ Xiaomi 15 ഇറങ്ങും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ XL ആയിട്ട് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് വെച്ചാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ തന്നെ നമ്മുടെ ക്യാമറ എടുത്തിട്ട് നമുക്ക് ക്യാമറ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഓൺ ചെയ്യാം കേട്ടോ. ക്യാമറ ഞാൻ ഇപ്പം തന്നെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് നോർമലി ആൾക്കാർ ഫേസ് ചെയ്തേക്കുന്നത് പറയുന്നത് നമ്മൾ ഒരു 10 മിനിറ്റ് 8 to 10 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ഫോഗ് ഇഷ്യൂ വരാറ്. പ്രത്യേകിച്ച് അത് മൾട്ടിപ്പിൾ കണ്ടീഷൻ അനുസരിച്ച് മാറുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നട്ടുച്ചയ്ക്കൊക്കെ പുറത്ത് പോയി എടുക്കുമ്പോൾ ഫോഗ് ഇഷ്യൂ ഞാൻ പണ്ടും ഫേസ് ഉണ്ടായിരുന്നില്ല, നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളിരിക്കുന്നത് അത്യാവശ്യം നല്ല കൂൾ കണ്ടീഷനിലാണ്. നമ്മളിപ്പോൾ AC-യിലായിരിക്കുന്നത്, 25 ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കുന്നത്. അപ്പോൾ കൂടെ കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എത്ര നേരം ഫോഗൊന്നും വരാണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി കാണുന്നുണ്ടായിരിക്കും, നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ, ക്യാമറയിലും വീഡിയോയിലും. ഞാനിപ്പോൾ എന്തായാലും ഇത് ഇവിടെ ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5-10 മിനിറ്റ് ചുമ്മാ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മളത് ഓണാക്കി വെച്ചിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടാണ്. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടൈം കാണുന്നുണ്ടായിരിക്കും. ഒന്ന് ഫോക്കസ് ആവും സോണി. കണ്ടു, ഓൾമോസ്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ഫോഗ് സംഭവമൊന്നുമില്ല. കണ്ടു, ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. ഫോഗൊന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്ന സാധനം ഫോഗ് ഇഷ്യൂ സോൾവ് ആയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴും ഫോഗൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് ആക്കിയിട്ട് ഒന്നും കൂടി നമുക്ക് എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 15 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അഗെയിൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇത് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ അത്യാവശ്യം നല്ല കൂൾ ടെമ്പറേച്ചർ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി സംഭവമൊക്കെ ഉണ്ടായിരിക്കും. AC ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് ആ സമയത്താണല്ലോ മെയിനായിട്ട് നമുക്ക് ഈ ഫോഗ് ഇഷ്യൂ സംഭവമൊക്കെ വരിക. അപ്പോൾ ചൂടുള്ള സമയത്ത് നോർമലി അന്ന് നമ്മൾ നോക്കിയപ്പോഴും ചൂടുള്ള സമയത്ത് പ്രത്യേകിച്ച് നട്ടുച്ചയ്ക്കൊക്കെ പുറത്ത് പോയി എടുക്കുമ്പോൾ ഒന്നും ഇഷ്യൂ വരാറില്ല. എന്തായാലും ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. എന്തായാലും ഒരു 15 മിനിറ്റ് 15 മിനിറ്റ് കഴിയട്ടെ, നമുക്ക് അടുത്ത സെക്ഷനിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 19 മിനിറ്റ് ആയി. കണ്ടു, 19 മിനിറ്റ് ആയി. ഇപ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കാണുമ്പോൾ അറിയണ്ടായിരിക്കും. ഇപ്പോഴും ഫോഗ് ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത്
ഇതാ ഫോഗ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോഗൊന്നും ഇല്ല, ഫോഗ് ഇഷ്യൂ ക്ലിയർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കണ്ണും പൂട്ടി Xiaomi 14 ഇപ്പോൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇത് ആക്ച്വലി 4K ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയി. അപ്പോൾ AC ആയതുകൊണ്ട് അങ്ങനെ ഹീറ്റ് ആയിട്ടില്ല, പക്ഷെ എന്നാലും ചെറിയൊരു വാമോ സംഭവമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ചെറുതായിട്ടും ഹീറ്റ് സംഭവമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോർമൽ പോലെ തന്നെ ബാക്കി എല്ലാ ഫോണുകളും പോലെ തന്നെ വരുന്നുണ്ട്. ഭയങ്കര ഹീറ്റിലായിട്ട് ഹീറ്റ് ആവുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നെറ്റ്വർക്ക് റിസപ്ഷനും സൂപ്പറാണ്, കോളിംഗ് റിസപ്ഷൻ സൂപ്പറാണ്. നേരത്തെ പറഞ്ഞ നമ്മുടെ ഹൈപ്പർ വോയിസ് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ 1 UI അത്രയ്ക്കൊന്നും വരില്ല, അത് വേറെ കാര്യം. ക്ലീൻ അല്ല 1 UI പോലെയൊന്നും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ നോട്ടിഫിക്കേഷൻ, അപ്പോൾ ഒരു വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്തിനും നോട്ടിഫിക്കേഷൻ ആവോ, അപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ പക്ഷേ അവർ കസ്റ്റമൈസേഷനൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനൊക്കെ കുറേ കൂട്ടിയിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മുടെ iOS കുറേ കട്ടെടുത്തിട്ടൊക്കെ ഉണ്ട്, ലുക്കും സംഭവങ്ങളൊക്കെ. അതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതൊക്കെ അവർ തന്നെ അവരുടെ തന്നെ ഒരു ഡിസൈൻ വേണമായിരുന്നു. അതൊക്കെ കുറച്ച് ബോറായിപ്പോയി. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ കിഡിലൻ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ, ക്യാമറ ഫോൺ അണ്ടർ 50,000 തന്നെ എടുത്തു പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാതെ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ലിങ്ക് അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട കേട്ടോ. അടുത്ത കാണാം.